എന്തും എവിടെയും തുറന്നടിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ, ആരുടെ മുഖവും നോക്കാതെ കാര്യങ്ങൾ പറയുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ, ചിലത് അസ്ഥാനത്താകുമെന്ന് ഉറപ്പുണ്ടെങ്കിലും അത് ഞാൻ പറയുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു നിലപാടുള്ളയാളാണെന്ന് തോന്നിപ്പിക്കും വിധം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിലും കൃത്യമായ നിലപാട് പറഞ്ഞു. എന്താണ് ആ നിലപാട്? VM സുധീരൻ പറഞ്ഞ നിലപാടിൽ നിന്നും ഒരൽപ്പം മുകളിലേക്ക് കയറി അത് ആഴത്തിൽ സ്പർശിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മുഖത്തിന് തന്നെ ആ അടി കൊള്ളുന്നു എന്നുള്ളതാണ്. പാർട്ടിക്ക് വഴങ്ങാതെ മുന്നോട്ട് പോകാൻ ആരാണ് ഈ മുഖ്യമന്ത്രി? ഈ UDF, ഈ മുന്നണി സംവിധാനം, ഈ പാർട്ടി എടുക്കുന്ന തീരുമാനത്തിന് വഴങ്ങേണ്ടി വരും VD സതീശൻ. സ്വന്തമായ കാര്യങ്ങൾ എടുത്തു തീരുമാനിച്ചു മുമ്പോട്ട് പോകാൻ ഇതിന് ഒരു അനുവാദമോ ഒരു അംഗീകാരമോ VD സതീശന് മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുന്നത് കൊണ്ട് കിട്ടില്ല എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു വെക്കുകയാണ്. UDFന്റെ നയമാണ് ജെൻസിയെ, ആൽഫ കിഡ്സിനെ, ഈ നാട്ടിലെ യുവാക്കളെ വഴിതെറ്റിക്കുന്ന മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കുക. അത് വീര്യം കൂടിയതോ വീര്യം കുറഞ്ഞതോ എന്നുള്ളതല്ല, പൂർണ്ണമായും മദ്യത്തിന്റെ വിൽപ്പന അടക്കമുള്ള കാര്യങ്ങൾ കുറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ആ വിഷയത്തിൽ കൃത്യമായി UDFന്റെ നിലപാടിൽ നിന്ന് ഇത്രയും ചുട്ടുപൊള്ളുന്ന വിഷയത്തിൽ പുറകോട്ട് പോകാൻ ആരാണ് മുഖ്യമന്ത്രിക്ക് അനുവാദം കൊടുത്തത് എന്ന രാഷ്ട്രീയ ചോദ്യം ചോദിക്കുന്നയാളുടെ പേര്, അയാളുടെ പാർട്ടി, അയാളുടെ രാഷ്ട്രീയം പ്രതിപക്ഷത്തല്ല, ഓപ്പോസിഷനിലല്ല, സ്വന്തം പാളയത്തിൽ തന്നെ എന്നുള്ളത് വീണ്ടും ശ്രദ്ധേയമാകുന്നു എന്നുള്ളതാണ്. ഇന്നലെ VD സതീശൻ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ ബഡ്ജറ്റിന് മറുപടി പ്രസംഗം പറയുമ്പോൾ പറഞ്ഞ ഒരു സ്റ്റാൻഡുണ്ട്. 28 നിന്നും 30 നിന്നും ഒക്കെ 900 ബാറുകൾ വർദ്ധിപ്പിച്ചവരാണ് ഇവിടെ വന്നിരുന്ന് ബാറുകൾ വലിയ രീതിയിൽ മദ്യവിൽപ്പന കൂടുമ്പോൾ ഈ നാട്ടിലെ അമ്മമാരുടെ, കുട്ടികളുടെ, കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുമെന്ന് പറയുന്നത് എന്തൊരു വിരോധാഭാസമാണ് എന്ന്. ഏതൊരു കാര്യം പറയുമ്പോൾ മറ്റുള്ളവർ അത് ചെയ്തു, അതുകൊണ്ട് അവർക്ക് ഞങ്ങളോട് ഇത് പറയാൻ സാധിക്കില്ല എന്ന്. UDFന്റെ ഒരു നയമുണ്ടല്ലോ, ആ നയം മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴും ആരാണിത് പറയുന്നത്? ഇതിനും കൂടുതൽ ബാർ കൊടുത്തവരാണ് ഇത് പറയുന്നത് എന്ന് പറയുമ്പോഴുള്ള രാഷ്ട്രീയ അപക്വതയിലേക്ക് VD സതീശൻ എന്ന അതികായനായ ഈ നാടിന്റെ മുഖ്യമന്ത്രി കടന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. രാഷ്ട്രീയ ബോധ്യമുള്ളവർ, മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്ന് ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ നിരീക്ഷകർ മുഴുവനും മൂക്കത്ത് വിരൽ വെച്ച് VD സതീശന്റെയും മലക്കം മറിച്ചിലിനെ, ഈ കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കാത്തതിന്റെ അറിവില്ലായ്മ കൊണ്ടല്ല, അദ്ദേഹം അത് ഒരു വലിയൊരു അഹന്തയോടുകൂടി അത് ഞാൻ കേട്ടില്ല എന്ന് സ്വയം അഭിനയിക്കുന്നതാണ് എന്ന് പോലും കരുതുന്നവരുടെ എണ്ണം ദിവസവും കഴിയുന്തോറും കൂടുന്നതും അതുകൊണ്ട് തന്നെയാണ്.